ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, എല്ലാ മക്കളെയും കയ്യേറ്റി ഈശോയുടെ സവിധത്തിലേക്ക്, ഈശോയുടെ കരുണാർദ്രമായ മുഖത്തിലേക്ക് സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതൊരു വലിയ അനുഗ്രഹമാണ്. നിനക്കും നിൻ്റെ കുടുംബത്തിനും പുലർകാലത്ത് എഴുന്നേറ്റ് കെട്ടപ്പെട്ട ഈശോയുടെ കരുണാർദ്രമായ മുഖം നോക്കി എഴുന്നേൽക്കാൻ സാധിക്കുക, ഈശോയെ കണി കണ്ടുകൊണ്ട് ഒരു ജീവിതം തുടങ്ങാൻ ആവുക, അതിനേക്കാൾ വലിയ ഭാഗ്യം എന്തുണ്ട്? അതുകൊണ്ട് ജീവിത പങ്കാളിയെയും അരുമ മക്കളെയും വാത്സല്യമുള്ള മാതാപിതാക്കളെയും ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ധൈര്യത്തോടെ, സ്നേഹത്തോടെ, ഭക്തിയോടെ, നന്ദിയോടെ നിന്നേ. നമുക്ക് സങ്കീർത്തകനോടൊന്ന് ചേരാം. സങ്കീർത്തകൻ അർത്ഥവത്തായിട്ട് പാടിയിട്ടുണ്ട്. പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു, കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു. കർത്താവേ, ശാന്തമായ ഒരു സായങ്കാലവും ഏറെ അനുഗ്രഹപ്രദമായ വിശ്രമപൂർണമായ ഒരു രാത്രികാലവും നീ ഞങ്ങൾക്ക് തന്നുവല്ലോ. ഈ പുലർകാലത്ത് ഞങ്ങളെ കുടുംബം ഒന്നായി എഴുന്നേറ്റ് കയ്യേറ്റീശോയുടെ സവിധത്തിൽ നിൽക്കാനുള്ള മഹാഭാഗ്യവും ഞങ്ങൾക്ക് തന്നുവല്ലോ. നന്ദി ഈശോയെ, നന്ദി ഈശോയെ. ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. അനുഗ്രഹപ്രദമാണ് ഈ പ്രഭാതം. സങ്കീർത്തകൻ 119:75 നല്ലൊരു അനുഗ്രഹ വചനമാണ്. കർത്താവേ, നിന്റെ വിധികൾ നീതിയുക്തമാണെന്നും വിശ്വസ്തത മൂലമാണ് നീ എന്നെ ശിക്ഷിച്ചതെന്നും ഞാൻ അറിയുന്നു. നിന്റെ വിധികൾ നീതിയുക്തമാണ്. അന്യായമായി നീ ആരെയും വിധിക്കുന്നില്ല. നീ ആരെങ്കിലും വിധിക്കുന്നുണ്ടെങ്കിൽ അത് നീതി നിമിത്തമാണ്. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ദൈവം ഒരാളെ വിധിക്കുന്നത്. വിശ്വസ്തത മൂലമാണ് ദൈവം ഒരാളെ ഒരുപക്ഷെ ശിക്ഷണത്തിന് വിധേയമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കണം, ഏതെങ്കിലും തരത്തിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ നിനക്കൊരു ശിക്ഷണമോ ഒരു വിധിയോ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നീ തന്നെയാണ്, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ്, ദൈവമല്ല. നമ്മളെ ഓരോ പ്രവൃത്തികളിലൂടെ അപ്പോഴപ്പോൾ ദൈവം നമുക്ക് നീതി നടത്തി തരുന്നു. വിശ്വസ്തയോടുകൂടെ ദൈവം നമ്മളെ തിരികെ വിളിക്കാനായിട്ട് നമുക്ക് ശിക്ഷണവും തരുന്നു. നല്ലൊരു വചനമല്ലേ? അപ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കും, ദൈവമേ, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഈ ശിക്ഷ? ഞാൻ മാത്രം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയില്ല. നീതിയോടെ ദൈവം വിധിക്കുകയുള്ളൂ. മനുഷ്യരെ പോലെ അല്ല ദൈവം. സ്നേഹത്തോടെ തിരിച്ചു വരാൻ ശിക്ഷണങ്ങൾ നൽകുന്ന ദൈവം. ആ വചനം ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് കയ്യേറ്റി ഈശോയുടെ സവിധത്തിൽ നിന്നുകൊണ്ട് ഈശോയുടെ നൊവേന ചൊല്ലിക്കൊണ്ട് 3 നിയോഗങ്ങൾ നമ്മൾ വയ്ക്കാൻ പോവുകയാണ്. 2 പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന നിയോഗമാണ്. ഒന്നാമത്തെ നിയോഗം എല്ലാ മനുഷ്യരുമാണ്. എല്ലാ മനുഷ്യരെയും നമുക്ക് നോക്കാം. നമ്മൾ മാത്രമല്ല ഈ ലോകത്ത് ജീവിക്കുന്നത്. നമ്മളെക്കാൾ നിർഭാഗ്യരായവർ, നമ്മളെക്കാൾ അസ്വസ്ഥരായവർ. നമുക്കറിയാമല്ലോ, ഇന്ന് ടെക്നോളജി അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം മനുഷ്യൻ്റെ ജീവിത നിലവാരവും ഉയരുന്നുണ്ട്. അതൊരു ഭാഗം മാത്രമാണ്. എന്നാൽ നമ്മളറിയണം, യുദ്ധങ്ങൾ, ദാരിദ്ര്യം, പട്ടിണി, പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ, ആപത്തുകൾ, എത്രയോ മനുഷ്യരാണ് ഇന്ന് അകാലമായ അസ്വസ്ഥയിൽപ്പെട്ട്, മുന്നിൽ കടൽ, പിന്നിൽ ശത്രുക്കൾ, ആ രീതിയിൽ നമ്മളെ പൂർവ്വപിതാക്കന്മാർ നിന്നതുപോലെ നിൽക്കുന്നുണ്ട് അല്ലേ? നമുക്ക് അവരെല്ലാം ഓർക്കണം. നമ്മൾ പലപ്പോഴും പറയും, ഞാനാണ് ഏറ്റവും വലിയ നിർഭാഗ്യവാൻ. നമ്മളെക്കാൾ നിർഭാഗ്യവാന്മാരെ നമ്മൾ നോർക്കണം. ഈ നിമിഷം അതിനുള്ളതാണ്. എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം അതിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് ഏതെങ്കിലും രൂപത്തിലോ ഭാവത്തിലോ കരയുന്നവരുണ്ടെങ്കിൽ, കഠിനമായ ഭാരം ചുമക്കുന്നുണ്ടെങ്കിൽ, ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് അവരെല്ലാവരും എടുത്ത് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചു കൊടുക്കാം. ഈശോ വിടുതൽ നൽകട്ടെ എല്ലാ മക്കൾക്കും. എല്ലാവരും സന്തോഷിക്കട്ടെ. കരങ്ങൾ നീട്ടിപ്പിടിച്ചേ, മുട്ടുകുത്തി നിന്നേ. മുൾക്കിരീടമൊക്കെ എടുത്തവരൊന്ന് എടുത്ത് തലയിൽ വെച്ചേ. കല്ലോ മണ്ണോ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്ത് ഒന്ന് മുട്ടുകുത്ത്. കർത്താവ് നിനക്ക് വേണ്ടി സഹിച്ച സഹനങ്ങളുടെ ഒരു ഭാഗം
ഈ സമയത്ത് നീയും ഏറ്റെടുക്കുകയാണ്. എൻ്റെ ഈശോയെ, നിൻ്റെ സഹനങ്ങളുടെ ഒരു ഭാഗം ഞാനിവിതാ എൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങുന്നു. ഏറ്റുചൊല്ലോ. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കുപ്പി ഈശോ സ്നേഹത്തോടെ ഒന്ന് നോക്കാം. ഈശോ നിന്നെ സ്നേഹത്തോടെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ, മാർപ്പാപ്പ, കർദിനാളന്മാർ, മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, ആത്മായ പ്രേക്ഷിതർ, കുടുംബജീവിതത്തിലായിരിക്കുന്നവർ, ഏറെ പ്രത്യേകിച്ച് ഇന്ന് പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ പൈതങ്ങൾ. സഭ കൂട്ടായ്മയാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നമ്മൾ സഭയെ ചേർത്ത് പിടിക്കണം, എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. സഭയുടെ ചൈതന്യം അതാണ്. കരങ്ങൾ നീട്ടിപ്പിടി, നമുക്കേറ്റിയല്ല. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കുപ്പി ഈശോയെ നോക്ക്. നീയും നിൻ്റെ ദൈവവും. സുന്ദരമായൊരു നിമിഷം നമുക്ക് നമ്മളെ നിയോഗങ്ങളിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. നിൻ്റെ കെട്ടുകൾ അഴിക്കുന്ന സമയമാണിത്. ഒരു മാരക രോഗം ഇപ്പോൾ നിന്നെ വിട്ടുപോകും. ഒരു മാനസിക സംഘർഷം നിന്നെ ഇപ്പോൾ വിട്ടുപോകും. ഒരു ഭയം നിന്നെ കടന്നുപോകും. ഒരു സാമ്പത്തിക കടബാധ്യത നിന്നെ ഇപ്പോൾ വിട്ടുപോകും. നിൻ്റെ കുടുംബജീവിതം സ്വർഗമാകും. പരസ്പരമുള്ള ഭിന്നിപ്പ്, ഒരു പൈശാചിക ബന്ധനം, ഒരു ശാപം, ഒരു രോഗം നിന്നെ വിട്ടുപോകും. നിൻ്റെ കുഞ്ഞിൻ്റെ സ്വപ്നം, പരീക്ഷ, ഇൻ്റർവ്യൂ, ഒരു വിസ, ഒരു ജീവിത പങ്കാളി, ഒരു ജോലി, എന്തുമായിക്കോട്ടെ, അതെല്ലാം ഇപ്പോൾ സാധ്യതമാകും. വിശ്വസിക്കുക. നിനക്കൊരു വീട് ലഭിക്കും. നിൻ്റെ വീടിൻ്റെ പണി പാതിയായിട്ടുള്ളൂ. മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയില്ല. കർത്താവ് ഈ നിമിഷം അത് പണിത് തരും. വിശ്വസിക്കുക. നിനക്കൊരിഞ്ച് ഭൂമിയില്ല. വിശ്വസിക്കുക. കർത്താവ് നിനക്ക് തരും. കർത്താവ് സമ്പന്നനാണ്. നിൻ്റെ ഏത് കെട്ടാണ് അതിപ്പോൾ ഈശോ അഴിച്ചു തരും. നിനക്കൊരു ദൈവവേല ചെയ്യണമോ? കർത്താവിൻ്റെ ഒരു ശുശ്രൂഷ ചെയ്യണമോ? എന്താണ് നിൻ്റെ തടസ്സം? ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് കൈകളൊന്ന് വിരിച്ചു പിടിച്ച് ഏറ്റുചൊല്ല്. ലോകരക്ഷകനായ ഈശോയെ, അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല. നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ. ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ. സാധിച്ചു തരണമേ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ കൂപ്പ്. ഈശോയെ നോക്ക്. ഒരു വിടുതൽ നിനക്ക് ലഭിക്കുന്നില്ലേ? ഒരു സൗഖ്യം നീ അനുഭവിക്കുന്നില്ലേ? ഒരു സന്തോഷം നിന്നിലേക്ക് വന്നിട്ടില്ലേ? ഒരു നിരാശ വിട്ടുമാറിയിട്ടില്ലേ? ഞാൻ ഈ ലോകത്ത് തനിച്ചല്ലെന്നും എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നന്ദി പറഞ്ഞേ. നാളിതുവരെ കൈയ്യട്ടി ഈശോയുടെ മുമ്പിലേക്ക് വന്ന് പുലർകാലത്ത് അപേക്ഷിച്ചതൊന്നും നഷ്ടമായിട്ടില്ലല്ലോ. നന്ദി പറഞ്ഞേ.
ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട്. 10 പേരല്ലേ സൗഖ്യപ്പെട്ടത്, 9 പേരും എവിടെ? നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് അല്ലേ? പലപ്പോഴും നന്ദി പറയാൻ നമ്മൾക്ക് മടിയാണ്. ചെറുതാകട്ടെ വലുതാകട്ടെ ഈശോ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഈശോയോട് പറ, പിയോഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് അടുത്ത വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും കടന്നു വരും. നാളിതുവരെ ഞങ്ങൾക്ക് ദൈവം തന്ന, കൈയ്യട്ടി ഈശോ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഭവങ്ങളെയും, നല്ല അനുഭവങ്ങളെയും, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, അനേകം മക്കളുടെ മുമ്പിൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും എന്ന് ഈശോയോട് പറ. നിൻ്റെ വഴികൾ തുറന്നിട്ടുണ്ട്, നിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു പോയിട്ടുണ്ട്, നിൻ്റെ ഒരു തടസ്സം വിട്ടുപോയിട്ടുണ്ട്. അടുത്ത വ്യാഴാഴ്ച നിനക്ക് കടന്നു വരാൻ സാധിക്കും. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മക്കളെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പുലർകാലം നല്ലതാണ്. ജീവിത പങ്കാളി ഒന്ന് ചേർത്ത് പിടിച്ചേ, അരിമ മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ചേ, വാത്സല്യമുള്ള മാതാപിതാക്കളോട് ചേർന്ന് നിന്നേ. എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ആശീർവദിക്കാൻ പോവുകയാണ്. സ്വീകരിക്കുക. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുടെ ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും നിൻ്റെ തൊഴിലിടങ്ങളെയും നിൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.